വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കാണ്, വളരെ റെലവെന്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. നമുക്കിന്ന് നമ്മുടെ കൂടെ പാനലിസ്റ്റുകളായിട്ട് എത്തിയിട്ടുള്ളവർ, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാനലിസ്റ്റുകൾ എല്ലാവരും അവർ ചിന്തിച്ച അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതല്ലെങ്കിൽ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, ഒരു ക്ലിയർ പ്രാക്ടീഷണേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പാനൽ ഡിസ്കഷൻ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഓഡിയൻസ് എന്ന നിലയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നത്. ഒന്ന്, നമുക്ക് ഇതിനൊരു കോർ എലമെന്റിലേക്ക്, ഒരു കോർ ഐഡിയയിലേക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, കോർ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കുക. രണ്ടാമത് നമുക്കത് റിലേറ്റബിൾ ആയിരിക്കും. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അതിനോ ഇവിടെ ഇരിക്കുന്നവർ എല്ലാവരും പ്രൊഫഷണൽസ് ആണ്, സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സ് ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് റിലേറ്റബിൾ ആയിട്ട് തന്നെ മനസ്സിലാക്കുക. മൂന്നാമത് അതിനൊരു പ്രാക്ടിക്കൽ ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ടേക്ക് അവേ. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിക്കാത്ത ആ പ്രോസസ്സിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. നമുക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ടെക്നോളജി എപ്പോഴും ടെക്നോളജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ടെക്നോളജിയിൽ ഉണ്ടാകുന്ന വലിയ കാര്യങ്ങൾ ഒന്നൊരു പ്രോബ്ലം സോൾവിംഗ് ആണ്. രണ്ടാമത്തത് അത് പുതിയ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ചില സജഷൻസ് നൽകുന്നു. മൂന്നാമതായിട്ട് ഒരു പ്രോസസ് ഉണ്ടാകും. ഒരു വലിയൊരു ഗ്യാപ്പിനെ സത്യത്തിൽ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെക്നോളജിയുടെ കോൺസെപ്റ്റ് തന്നെ അതാണ്. അപ്പോഴാണ് അത് കൃത്യമായിട്ടുള്ള ആ ഒരു ടെക്നോളജിയുടെ പേർപ്പസ് ഉണ്ടാകുന്നത്. അപ്പൊ സിനിമയുടെ ആദ്യ ഘട്ടം മുതൽ എടുക്കുകയാണെങ്കിൽ സിനിമയുടെ വിഷ്വൽ, സിനിമയുടെ സൗണ്ട്, സിനിമയുടെ പ്രൊഡക്ഷൻ, സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ, സിനിമയുടെ മാർക്കറ്റിംഗ്, ഈ 5 തലങ്ങളിലാണ് സത്യത്തില് വലിയൊരു ഡെവലപ്മെന്റ് കഴിഞ്ഞ 100-125 വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. വിഷ്വല് നമുക്കറിയാം, വിഷ്വല് അത് സ്റ്റാറ്റിക് ആയിട്ടുള്ള വിഷ്വലുകള് പിന്നീട് അത് മൂവിങ് വിഷ്വൽസ് ആയി തുടങ്ങുന്നു. ആ വിഷ്വൽസ് അതിന്റെ FPS-കൾ കറക്റ്റ് ചെയ്യപ്പെടുന്നു, അതിന്റെ സ്പീഡുകൾ കറക്റ്റ് ചെയ്യപ്പെടുന്നു. 16-24 ആവുന്ന മൾട്ടിപ്പിൾ സ്പീഡുകൾ അതിലേക്ക് വരുന്നു. അതിന് കളർ ഉണ്ടാകുന്നു. ആ കളറിൽ തന്നെ ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടാകുന്നു, ട്രൈ കളർ ഉണ്ടാകുന്നു, പിന്നെ കളർ ഫിലിമുകൾ നമ്മൾ കണ്ടു തുടങ്ങി, പിന്നെ പല ഫോർമാറ്റിലുള്ള ഫിലിമുകൾ കണ്ടു തുടങ്ങി. അങ്ങനെ വിഷ്വലിൽ അങ്ങനെ വലിയൊരു ഗ്രോത്ത് കഴിഞ്ഞൊരു 100 വർഷത്തിനിടയിൽ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിന് വലിയൊരു ഗ്രോത്ത്. അതുപോലെ സ്ക്രീൻ സൈസുകളിലുള്ള വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. സൗണ്ടിലും ഇതുപോലെ തന്നെ സൈലന്റ് ഇറ ഉണ്ടായിട്ടുണ്ട്. സൗണ്ട് തുടങ്ങിയത് മോണോയിൽ നിന്ന് തുടങ്ങുന്നു. നമ്മൾ നേരത്തെ സ്കൂളിലൊക്കെ റെക്കോർഡ് ചെയ്തിരുന്ന രീതികൾ മാറി കുറച്ചുകൂടി എന്താ പറയുക ഡാറ്റില് റെക്കോർഡ് ചെയ്തിരുന്ന രീതികളുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം ഡിജിറ്റലി സൗണ്ടിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. പ്രൊഡക്ഷനിൽ അതിനെക്കുറിച്ചിട്ടാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പ്രൊഡക്ഷൻ മാനേജ്മെന്റിൽ വലിയ മാറ്റങ്ങൾ, തൊട്ടിലെഴുതി കൊടുക്കുന്ന പരിപാടികളൊക്കെ മാറി സോഫ്റ്റ്വെയർസ് വന്നിരിക്കുന്നു. അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നു. ഡിസ്ട്രിബ്യൂഷന് വലിയ അവന്യൂസ് ഓപ്പൺ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ എക്സിബിഷനും അതുപോലുള്ള അവന്യൂസ് ഓപ്പൺ ആയിരിക്കുന്നു. അപ്പൊ ഈ ഒരു ഏരിയകളൊക്കെ ആയിരിക്കും നമ്മുടെ സംസാരങ്ങൾ തുടങ്ങുക. എനിക്കൊന്ന് ആദ്യം മിസ്റ്റർ നിഖിൽ ചന്ദ്രനിൽ നിന്നാണ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യം അവരോട് ഷെയറിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് വളരെ വളരെ വലിയൊരു ബൂമിംഗ് ഏരിയ ആണ്. പ്രത്യേകിച്ച് ഫിലിം മേക്കേഴ്സിനെ ഒക്കെ സംബന്ധിച്ചിടത്തോളം വെർച്വൽ പ്രൊഡക്ഷൻ വന്നതോടുകൂടി ആദ്യം എല്ലാവരും ഒന്ന് പകച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? വെർച്വൽ പ്രൊഡക്ഷനും ഈ പ്രീവിഷ്വലൈസേഷൻ ഏരിയയും. ഇപ്പോ നമ്മൾ എല്ലാവരും കേൾക്കുന്ന വാക്കാണ് അൺറിയൽ എഞ്ചിൻ എന്നൊക്കെ പറയുന്ന വാക്ക്. എനിക്ക് അവിടെ നിന്ന് തുടങ്ങാമല്ലോ, ഒന്ന് ബ്രീഫ് തുടങ്ങാം. Very honored to be in here. Myself, Nikhil, founder and CEO of Tilt Labs. So when I start Tilt Labs, we just, as a gaming company, we never thought to go into a film industry anywhere. But 2018, I guess, when we start approached by some Hollywood filmmakers to do some previs in Unreal Engine, and then convert that to a 3D format of entire film before they shoot. So
So we thought like, yeah, it's just another service work, we'll do it and leave it to them. But I understand that by doing that process, I enjoyed it in very well. Like I could reuse the movies which I watched during my childhood, all during the days, all the passions that coming from my mind. I thought like it's a nice thing, I'm getting satisfaction, so let's do this more. Then I jumped into the Unreal Engine using the 3D in previous area, and we always come before the shooting. And we discuss very cool with the directors, producers and all, and they will understand their vision, and we make sure that entire script which they give to us is converted to a 3D format, and director can use the latest technologies like VR to visualize inside their set and see where they will be placed. But the cost of producing such kinds of things are very huge, and we need to optimize it. So that time itself, we started exploring the reusability of assets. And technologies like we scan the entire set, we bring as a 3D model into the Unreal Engine by using LiDARs, other 3D motion factors and all. And we make sure that director could envision what they want inside their game engine, prepare end-to-end camera angles, shot preparations, where the actor should be, what the actor should say. And for that, one director came to me and said that I want to play some dummy actors, like I want to visualize the script whether that emotions are captured properly. So what we did is we brought some students from the local film school. We rigged up with a bodysuit, it's XL suit, and we place a camera in front to capture the face, and we make the director to watch in an angle where in a VR. While they are acting in the real space, we convert that to 3D so that he can exactly see the actors are acting inside that 3D space, and he can design his shots, angles and everything. Later stage, he came up with another idea like, Nikhil, the actors don't look like my actor. Can we have something similar to the face of the actors which we are trying to going to cast it? So what we did is we scan the actors, we create digital twins and digital avatars. But at that time the technology was not that great, but it's come out almost near real. And we placed that, and we enable this actor with the actors from the schools and all, where they can visualize what they are going to build, but not exactly. So is this affordable for Malayalam film industry? That is my No. question. Yeah. No, it's not affordable. At least This for one, at least few one scenes, understand. at least for few scenes, you can make it. It's for few scenes we can make it, but the film, the audience, we have to dream big. The world as a movie, we have a lot of industry out there. So students like this can not only can build Malayalam films, but they can go to Hollywood films and international films and work these kind of spec into it. In Malayalam, I met Jidin Lal. Jidin Lal was AR. So he finally he saw our vision. He told me, Nikhil, can we do something like this on the Malayalam movie? We agreed immediately because we want the Malayalam industry to adapt this. So Malayalam movie, Jidin, we converted entire 45 minutes of the script into pre-visualization, but within the budget and cost set to us. And we know that that is not the payment we are getting from the foreign films. We are okay with it because we love Malayalam. So you did the entire film previous Almost 45 minutes of the film of the previous. 45 minutes. 45. സോ നമ്മള് ശരിക്കും സിനിമയിൽ നമ്മൾ ഇതിന്റെ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മുടെ സ്റ്റോറി ബോർഡ് ഉണ്ടാക്കലാണ് അല്ലെ ജാഡ് ഫിലിമിലൊക്കെ ഉള്ളത് അത് അങ്ങനെ നമ്മൾ വരച്ച് ഫ്രെയിമുകൾ വരച്ചുണ്ടാക്കുന്ന ഒരു രീതി രൂപമുണ്ടായിട്ടുണ്ട്. നമ്മൾ എന്റെ രീതി ചേഞ്ച് ചെയ്തു. പക്ഷേ ഞാൻ ചോദിക്കുന്നത് നമുക്കിപ്പോൾ നമ്മളുടെ എസ്പെഷ്യലി ഫോർ ഇന്ത്യ മേക്കേഴ്സിന് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും, പക്ഷേ എങ്കിലും ഇതിനൊരു അഫോർഡബിലിറ്റി കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും നമ്മളുടെ സിനിമയിലേക്ക്. അതെ, കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷം Unreal 5 എന്നൊരു വേർഷൻ റിലീസ് ചെയ്തു. ഒരുപാട് ടൂളുകൾ അവർ ഓപ്പൺ ആക്കി. അവര് ടാലന്റുകൾ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ അന്ന് ഒരുപാട് പൈസ കൊടുത്ത് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇറ്റ്സ് റെഡിലി അവൈലബിൾ ഇൻ ദാറ്റ് എൻജിൻ. ഇപ്പൊ സ്കാനിങ് ആകട്ടെ, സെറ്റുകളുടെ ഇൻഫർമേഷൻ ആവട്ടെ, റിസോഴ്സുകളാവട്ടെ, എല്ലാം ഓപ്പൺ ആണ്, ഫ്രീ ഓഫ് അവൈലബിൾ ഇൻ ഇന്റർനെറ്റ് ഉണ്ട്. അതുമാത്രമല്ല അൺറിയലിന്റെ ടൂളിനകത്ത് സെറ്റ് ഓൾസോ മാപ്പിംഗ് ഒരുപാട് ടൂൾസുകൾ അവൈലബിൾ ആണ്. സോ ദാറ്റ്
indie filmmakers can build film, these kind of things in the Unreal Engine for film. അപ്പൊ അത് ഇപ്പൊ ആർട്ട് ഡയറക്ഷൻ, പ്രൊഡക്ഷൻ, ഡിസൈൻ ഉള്ളവർക്ക് അത് വളരെ ഹെൽപ്ഫുൾ വളരെ ആയിരിക്കും. helpful ആയിരിക്കും. നമ്മളൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്ത് അത് അൺറിയലില് നമുക്ക് അതിന്റെ മൂവ്മെന്റും കാര്യങ്ങളും എല്ലാം ഫീൽ ചെയ്തിട്ട് അങ്ങനെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് Yes. നമ്മൾ ഇവിടെയുള്ള ആർട്ട് ഡയറക്ടേഴ്സ് അങ്ങനെ യൂസ് ചെയ്യുന്നതായിട്ടുള്ള അറിവുകളുണ്ട്. തീർച്ചയായിട്ടും use ചെയ്യുന്നുണ്ട്. I know a lot of people using it. Art directors, camera technicians, in-camera VFX, LED wall ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് പേര് അൺറിയലിന്റെ ടൂൾസ് ഉപയോഗിച്ച് ഫിലിം മേക്കിംഗ് കുറച്ചുകൂടി അഡ്വാൻസ് ആക്കുന്ന പ്രോസസ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യും. മലയാളത്തിൽ ഒരുപാട് ഫിലിം മേക്കേഴ്സ് ചെയ്യുന്നുണ്ട്. ബട്ട് തമിഴിലും തെലുഗുവിലും ബോളിവുഡിലൊക്കെ വളരെ ഫേമസ് ആണ്. Now I am working on a Bollywood movie. That movie have lot of sequence with animals, lot of sequence with nature. So all these things like are visualized properly so that they can avoid final mistakes. Because essentially mistakes are the cost is very low. So you make your mistakes in pre-production and no mistakes in production. Okay, thank you. നമ്മൾ തിരിച്ച്